ഗുഡ് മോർണിംഗ് ഗേൾസ്. സോ നെക്സ്റ്റ് ഇസ് ലീൻ. ഞാൻ ഈ പറയുന്ന നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെക്കണം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പേജ് നമ്പർ എനിക്ക് തോന്നുന്നു B24 ആണെന്ന്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എത്രയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പം ലീനാണ് നമ്മൾ അടുത്ത ടോപ്പിക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളാം. സോ ലീൻ മീൻസ് എ റൈറ്റ് ബൈ വിച്ച് എ പേഴ്സൺ ഇസ് എൻറ്റൈറ്റിൽഡ് ടു retain the possession of goods until the sum due to him is paid. അതായത് ലീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് വിചാരിക്കുക. നമ്മളെ ചുരിദാറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾ ചുരിദാറിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കാനുണ്ടെങ്കിൽ ആ സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കുന്നത് വരെ നിങ്ങളുടെ ചുരിദാർ എവിടെ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്? ടൈലർക്ക് പിടിച്ച് വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റിനെയാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ റൈറ്റ് ബൈ വിച്ച് എ പേഴ്സൺ ഇസ് എൻറ്റൈറ്റിൽഡ് ടു റീറ്റെയിൻ ദ പൊസഷൻ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഏത് സമയം വരെ? അൺടിൽ ദ സം ഡ്യൂ ടു ഹിം ഇസ് പെയ്ഡ്. ഓക്കെ, ദിസ് ലീൻ ഇസ് ഓൾസോ നോൺ ആസ് പൊസസറി ലീൻ. എന്തിനുള്ള ലീനാണ്? ശരിക്കും ആ പൊസഷൻ വെക്കാൻ മാത്രമുള്ള ലീനാണ്. ഓക്കെ, ഇനി ലീൻ ആർ ഓഫ് ടു ടൈപ്സ്: സ്പെസിഫിക് പെർട്ടിക്കുലർ ലീൻ ആൻഡ് ജനറൽ ലീൻ. എന്താണ് ഈ പെർട്ടിക്കുലർ ലീൻ നോക്കാം. വേർ ദ ബെയിലി ഹാസ്, ഇൻ അക്കോർഡൻസ് വിത്ത് ദ പർപ്പസ് ഓഫ് ബെയിൽമെൻറ്റ്, റെൻറ്റേഡ് എനി സർവീസ് involving the exercise of labor or skill in respect of the goods bailed, he has, in the absence of a contract to the contrary, a right to retain such goods until he receives due remuneration. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെ ചുരിദാറിൻ്റെ എക്സാമ്പിളാണ്. ചുരിദാർ ആ ടൈപ്പ് ഓഫ് ലീൻ, ആ ടൈലർ എക്സസൈസ് ചെയ്യുന്ന ദാറ്റ് ലീൻ ഇസ് എ പെർട്ടിക്കുലർ ലീൻ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ, സ്റ്റിച്ചിങ് ചാർജ് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഏത് മാത്രം പിടിച്ചു വെക്കാനുള്ള റൈറ്റേ ഉള്ളൂ? നിങ്ങളുടെ ചുരിദാർ അടിക്കാൻ കൊടുത്ത ആ ചുരിദാർ മാത്രം, സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ ചുരിദാർ മാത്രം റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റേ ഉള്ളൂ. അങ്ങനെ ഒരു പെർട്ടിക്കുലർ തിങ് മാത്രം റീറ്റെയിൻ ചെയ്യാനുള്ള ആ റൈറ്റ് ഓഫ് ലീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർട്ടിക്കുലർ ലീൻ എന്ന് പറയാം. മനസ്സിലായോ പെർട്ടിക്കുലർ ലീൻ എന്താണെന്നുള്ളത്? ഇനി ജനറൽ ലീൻ. അപ്പോൾ ഈ പെർട്ടിക്കുലർ ലീനിൻ്റെ കേസിൽ particular lien is available in respect of those charges which have incurred which has accrued as a result of labor or skill exercised by bailey. ഇപ്പം TV റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിപ്പയറിങ് ചാർജസ് കൊടുക്കുന്നത് വരെ ആ TV പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങളുടെ മേൽ. അതേമാതിരി ഇഫ് ദി കോൺട്രാക്റ്റ് ഹാസ് ബീൻ ഫുള്ളി പെർഫോംഡ്, ദാറ്റ് സർവീസസ് ഹാവ് ബീൻ പെർഫോംഡ് ഫുള്ളി ബൈ ദ ബെയിലി. അതായത് ഫുൾ പെർഫോമൻസും, അതായത് എന്താണോ ഇപ്പം TV റിപ്പയർ ചെയ്യാൻ കൊടുത്തതാണെങ്കിൽ ആ TV ഫുള്ളായിട്ട് റിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഇഫ് ദർ ഈസ് നോ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ ബെയിലർ ആൻഡ് ബെയിലി ഫോർ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഇൻ ഫ്യൂച്ചർ. ഇനിയിപ്പം പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യം ഒരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്യൂച്ചറിൽ കൊടുക്കാമെന്ന്. അങ്ങനെയൊരു അഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ ഈ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ദെൻ ഇഫ് ദ ഗുഡ്സ് ആർ ഇൻ ദ പൊസഷൻ ഓഫ് ദ ബെയിലി. ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഗുഡ്സ് ആരുടെ കയ്യിലായിരിക്കണം? ബെയിലീൻ്റെ കയ്യിലായിരിക്കണം. അതായത് നിങ്ങളുടെ ചുരിദാർ ആരുടെ കയ്യിലുണ്ടാവണം? ടൈലറെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് നിങ്ങളെ സാധനം പിടിച്ചു വെക്കാനുള്ള ഇത് പറ്റുള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദ അപ്പോൾ പെർട്ടിക്കുലർ ലീൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ഇസ് ജനറൽ ലീൻ. ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ a right to retain any goods belonging to the other as a security for a general balance of payment. എന്തെങ്കിലും ഒരു ബാലൻസ് നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ, ഒരു എമൗണ്ട് നിങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സാധനം പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായോ? ആ റൈറ്റിനെയാണ് ജനറൽ ലീൻ എന്ന് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ, ബാങ്കിൽ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്ത് അതെല്ലാം കൂടെ ജപ്തി ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിന് നിങ്ങളുടെ എന്തും എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും അവർക്ക് ജപ്തി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ വീട് ജപ്തി ചെയ്യാൻ വരുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത് അതെല്ലാം എടുത്തു കൊണ്ടുപോകാം. അവർക്ക് അവരുടെ ലോൺ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് വരെ റിക്കവർ ചെയ്യുന്നത് വരെ. ഓക്കെ,
അപ്പോൾ ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റൈറ്റ് ടു റീറ്റെയിൻ എനി ഗുഡ്സ് ബിലോങ്ങിങ് ടു ദി അതർ ആസ് എ സെക്യൂരിറ്റി ഫോർ എ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്. ഇനി ഈ ജനറൽ ലീൻ എല്ലാവർക്കും ഒന്നും പറ്റില്ല. ദ റൈറ്റ് ഓഫ് ജനറൽ ലീൻ ആർ ഗിവൺ ഓൺലി ടു പെർട്ടിക്കുലർ പേഴ്സൺസ്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് സെക്ഷൻ 171 ഓഫ് കോൺട്രാക്റ്റ് ആക്ടിൽ പറയുന്നുണ്ട്. ആർക്കൊക്കെയാണ്? ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട്, പോളിസി ബ്രോക്കേഴ്സ് may in the absence of a contract to the contrary retain as a security for general balance of payment any goods bailed to them, but no other person have a right to retain as a security for such balance goods bailed to them unless there is an express contract to that effect. അതായത് ഈ പറഞ്ഞ ആളുകൾക്ക് മാത്രം. ആരൊക്കെയാണ്? ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ട് ആൻഡ് പോളിസി ബ്രോക്കേഴ്സ്. ഈ 5 ടൈപ്സ് ഓഫ് ബെയിലീസിന് മാത്രമേ ഉള്ളൂ എല്ലാം പിടിച്ചു വെക്കാനുള്ള എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഏത് സാധനം വേണമെങ്കിലും എനി ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ എന്നാണ് പറയുന്നത്, അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ ആർക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ജനറൽ ബാലൻസ് പേ ചെയ്യാനുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി എന്തും പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് ചെക്ക് ചെയ്യാം. സോ ഹു ആർ ദ പേഴ്സൺസ് എൻറ്റൈറ്റിൽ ടു എക്സസൈസ് ജനറൽ ലീൻ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ബാങ്കേഴ്സ്. ബാങ്കേഴ്സിൻ്റെ ജനറൽ ലീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്റഡ് വിത്ത് ദം ബൈ എ കസ്റ്റമർ. Where a customer has 2 accounts, namely deposit account and a loan account, bank may, in exercise of its lien, transfer money from deposit account to the loan account without any specific instructions of the depositor to that effect. അതായത് ഇവിടെ പറയുന്നത് ബാങ്കിന് ഈ ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ നേരത്തെ ജപ്തിൻ്റെ കേസ് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് അക്കൗണ്ടും ലോൺ അക്കൗണ്ടും ഉണ്ട്. അപ്പം നിങ്ങളുടെ അനുവാദം കൂടാതെ തന്നെ നിങ്ങളെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നിന്ന് വേണമെങ്കിൽ എമൗണ്ട് മറ്റേതിൽ ഡ്യൂ ആയി കിടക്കുന്നുണ്ടെങ്കിൽ, ലോൺ എമൗണ്ട് ഡ്യൂ ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ദി കസ്റ്റമർ. ഓക്കെ, ദെൻ പിന്നെ ആർക്കാന്നുള്ളതാണ് ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത്? ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ഇറ്റ് ഏജൻറ്റ് ഹൂ ഇസ് എൻട്രസ്റ്റഡ് വിത്ത് ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ഫോർ ദ പേർപ്പസ് ഓഫ് സെല്ലിംഗ് ദം ഓൺ ബിഹാഫ് ഓഫ് ഹിസ് പ്രിൻസിപ്പൾ. അതായത് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ആരെ കൊണ്ടാണ് പറയുന്നത്? ശരിക്കും അവർ ഓണേഴ്സ് അല്ല, അവർ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏജൻസിനെയാണ് ശരിക്കും ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പം അവർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്? ദേ ഹാവ് എ ജനറൽ ലീൻ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൾ ഫോർ അഡ്വാൻസസ്, cost, remuneration, commission, or for any loss or damage suffered by him while acting on behalf of the principal. അപ്പോൾ പ്രിൻസിപ്പളിന് വേണ്ടിയിട്ടാണല്ലോ അവർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നഷ്ടമോ അല്ലെങ്കിൽ അവർക്ക് റെമ്യൂണറേഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ എന്തെങ്കിലും അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ അവർക്ക് എന്ത് ചിലവായിട്ടുണ്ടോ അങ്ങനെയുള്ള ചിലവിലേക്ക് വേണ്ടിയിട്ട് ഈ പ്രിൻസിപ്പളുടെ ഗുഡ്സ് എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അത് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. മനസ്സിലായല്ലോ? അത് കിട്ടുന്നത് വരെ. അപ്പോൾ അവരുടെ റെമ്യൂണറേഷൻ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ആ കമ്മീഷൻ കിട്ടുന്നത് വരെ പ്രിൻസിപ്പളിൻ്റെ ഗുഡ്സ് എന്താക്കാം എന്നാണ് പറയുന്നത്? റീറ്റെയിൻ ചെയ്യാം. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് പേഴ്സൺസ്, വാർഫിംഗേഴ്സ്. വാർഫിംഗേഴ്സ് എന്ന് പറയുന്നത് ആരെയാണെന്ന് വെച്ചാൽ, വാർഫ് എന്ന് പറഞ്ഞാൽ ഈ തുറമുഖം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് വാർഫ് എന്ന് പറയുക. ഗുഡ്സ് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും സ്ഥലം. അപ്പോൾ അതിൻ്റെ ഓണറെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? വാർഫിംഗർ എന്ന് പറയാം. അപ്പോൾ ഇറ്റ് ഈസ് എ പ്ലേസ്, വാർഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലേസ് യൂസ്ഡ് നോട്ട് ഫോർ സ്റ്റോറിങ് ഗുഡ്സ് ബട്ട് ഇൻ ദ പ്രോസസ് ഓഫ് ദിയർ ട്രാൻസിറ്റ് ടു ആൻഡ് ഫ്രം വാട്ടർ. അപ്പം വാർഫിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഈസ് ദ ഓണർ ഓഫ് എ വാർഫ്. അപ്പോൾ വാർഫിംഗറിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്? ഹി ഹാസ് എ ജനറൽ ലീൻ ഓൺ ദ ഗുഡ്സ് ബെയിൽ ടു ഹിം അൺടിൽ ഹിസ് വാർഫേജസ് ആർ പെയ്ഡ്. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ വാർഫേജസ് കൊടുക്കാനുണ്ടാവുമല്ലോ, ആ എമൗണ്ട് കിട്ടുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? വന്നിരിക്കുന്ന ഈ ഗുഡ്സ് ലോഡ് ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗുഡ്സ് ഉണ്ടാവില്ലേ, അത് പിടിച്ചു വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ അറ്റോർണീസ് ഓഫ് ഹൈക്കോർട്ടാണ്. അപ്പം ഹൈക്കോർട്ടിൽ അറ്റോർണിക്ക് ജനറൽ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റോർണി അല്ലെങ്കിൽ സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഇസ് എൻഗേജ്ഡ് ബൈ എ ക്ലയൻറ്റ് ഇസ് എൻറ്റൈറ്റിൽ ടു ജനറൽ ലീൻ അൺടിൽ ദ ഫീ ഫോർ ഹിസ് പ്രൊഫഷണൽ സർവീസസ് ആർ പെയ്ഡ്. എങ്ങനെയുള്ള
എന്താ ഈ അറ്റോർണിക്ക് കൊടുക്കാനുള്ള പ്രൊഫഷണൽ ഫീസ് ഉണ്ടാവില്ലേ, അത് കിട്ടുന്നത് വരെ അയാൾക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്, ക്ലയൻറ്റിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ കയ്യിൽ അതെല്ലാം റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. So he has a lien on all papers and documents belonging to his client which are in his possession in professional capacity for his professional fees but not for ordinary loans and advances. Okay. Then last one is policy brokers. Policy brokers എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ, ഇൻഷുറൻസ് ഏജൻറ്റിനെയാണ്. An insurance agent who is employed to effect a policy of marine insurance. മെറൈൻ ഇൻഷുറൻസിൻ്റെ പോളിസി ഏജൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളിസി ബ്രോക്കേഴ്സ് എന്ന് പറയാം. അവരുടെ ജനറൽ ലീൻ എന്ന് പറയുന്നത് ഹിസ് ലീൻ എക്സ്റ്റെൻഡ് ടു എനി ബാലൻസ് ഓൺ എനി ഇൻഷുറൻസ് അക്കൗണ്ട് ഡ്യൂ ടു ഹിം ഫ്രം ദ പേഴ്സൺ ഹൂ എംപ്ലോയ്ഡ് ഹിം ടു എഫക്ട് ദി പോളിസി. ഇനി നമുക്ക് നോക്കേണ്ടത് എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പെർട്ടിക്കുലർ ലീൻ ആൻഡ് ജനറൽ ലീൻ എന്നുള്ളതാണ്. ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം ഞാൻ. ഇനി പെർട്ടിക്കുലർ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റിയ ഏതിൻ്റെ മുകളിൽ മാത്രമാണ്, it can be exercised against the goods on which Bailey has rendered the service. Okay. അപ്പം then general lien എന്ന് പറയുന്നത് it can be exercised any goods or property of another in possession of the person exercising the right. ഏത് ഗുഡ്സിൻ്റെ മുകളിലും എക്സസൈസ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ പെർട്ടിക്കുലർ ലീൻ ആണ്, ആ പെർട്ടിക്കുലർ ഗുഡ്സ് മാത്രം റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. Then second difference, for amount, particular lien can be exercised for amount due on account of labor or skill employed or work done upon the goods retained. അപ്പോൾ ഏത് ഗുഡ്സാണോ അവർ റീറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ മുകളിലുള്ള ലേബർ അല്ലെങ്കിൽ സ്കിൽ, അതിൻ്റെ ആ എമൗണ്ട് ഡ്യൂ ആയതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർട്ടിക്കുലർ ലീൻ എക്സസൈസ് ചെയ്യുന്നത്. ഇപ്പോൾ ടി വി റിപ്പയർ ചെയ്ത് കാണാൻ റിപ്പയറിങ് ചാർജസ് കിട്ടുന്നത് വരെ ആ ടി വി റീറ്റെയിൻ ചെയ്യാം. ഓക്കെ. നേരെ മറിച്ച് ജനറൽ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഫോർ എ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട് ഡ്യൂ. ആൻഡ് ലാസ്റ്റ് ഡിഫറൻസ് ഇസ് പെർട്ടിക്കുലർ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ ഓൾ ബെയിലീസ്. ആർക്ക് വേണമെങ്കിലും പെർട്ടിക്കുലർ ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറൽ ലീൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ, ഓൺലി ബാങ്കേഴ്സ്, ഫാക്ടേഴ്സ്, വാർഫിംഗേഴ്സ്, അറ്റോർണീസ് ആൻഡ് പോളിസി ബ്രോക്കേഴ്സ്. ഓക്കെ, താങ്ക് യു. എന്താ ഡൗട്ട്